ശ്രീ ഇ ബാലാനന്ദൻ പ്രസിഡന്റ് CIT നടത്തുന്ന സമരമാണ്. അന്നാണ് തറക്കല്ലിടാൻ തീരുമാനിച്ചത്. തലേദിവസം രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, DCCയിലേക്ക് വിളിച്ച് പറഞ്ഞു, നിവൃത്തിയില്ല, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ ചേംബറിൽ ബാലാനന്ദനുമായി ചർച്ചയാണ്, വരാൻ പറ്റില്ലെന്നു. അങ്ങനെ ഞാനാകെ വിഷമിച്ചു. ഞാൻ അതൊരു ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നത്. ലീഡറെ വിളിച്ചു. ലീഡർ അവസാനം പറഞ്ഞു ശരി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ലീഡർ ഈ ഒരു പരിപാടിക്കായി ലീഡർ കണ്ണൂർ രാവിലെ ട്രെയിൻ ഇറങ്ങുന്നു, 10 മണിക്ക് എത്തുന്നു, തറക്കല്ലിടുന്നു, 11 മണിക്ക് ഹെലികോപ്റ്റർ മടങ്ങി 2 മണിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ ട്രിവാൻഡ്രത്തെത്തുന്നു. ആ കോളേജിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗവർണർ ശ്രീ രാമേന്ദ്രനായിരുന്നു. ഇതാണ് ഹിസ്റ്ററി. 6ഓളം ഡിഗ്രി കോഴ്സുകൾ, ഒരു PG എല്ലാം കോളേജിലുണ്ട്. ഞാൻ ആദ്യം 3 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ അതിൻ്റെ സ്ഥാനം വഹിച്ചത്, പ്രസിഡൻ്റായി. പിന്നെ ഞാൻ സ്വയം ഒഴിഞ്ഞു. അങ്ങനെ മറ്റുള്ളവരെ അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഈ അടുത്ത ഒരു 5-8 മാസം മുമ്പാണ് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട്, കാരണം നേക്ക് വിസിറ്റ് വരികയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്, അതുകൊണ്ട് തൽക്കാലം എടുക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ സ്ഥാനത്തേക്ക് വന്നത്. ഇതിപ്പോൾ ഒരു 6-7 മാസം മുമ്പാണ്. അന്നും ഞാൻ വെച്ച കണ്ടീഷൻ അധികം ഇരിക്കില്ല, ഞാൻ പെട്ടെന്ന് മടങ്ങിപ്പോവും എന്നുകൂടി പറഞ്ഞാണ്. കാരണം കോഴിക്കോട് MP ആയതോടുകൂടി എനിക്ക് വന്ന എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നിയമനവുമായി ബന്ധപ്പെട്ട് വിഷയം വരുന്നത്. ഇത് സഹകരണ ഇന്ത്യയിൽ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് കീഴിൽ ആദ്യത്തെ എഫിലേറ്റഡ് കോളേജാണ് മാടായി കോളേജ്. ഈ കോപ്പറേറ്റീവ് വെഞ്ചറിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ആദ്യത്തെ എഫിലേറ്റഡ് എയ്ഡഡ് കോളേജാണ് മാടായി കോളേജ്. ഇപ്പം ഗവൺമെൻറ് നിയന്ത്രണമുള്ള കോളേജാണ് അർത്ഥം. അപ്പോൾ 4 അനധ്യാപക തസ്തികകൾ നിയമനം നടക്കാറുണ്ടായിരുന്നു. 4 ഓഫീസ് അസിസ്റ്റൻ്റ്, അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ അറ്റൻഡറായിട്ട് ഒരു PWD തസ്തിക. PWD എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒരാൾക്കുള്ള ഒരു തസ്തിക. 4 പോസ്റ്റായിരുന്നു. ആ 4 പോസ്റ്റ് കൃത്യമായി തന്നെ സർക്കാരും PSCയും പറയും പോലെയാണ് കോൾ ഫോർ ചെയ്യുന്നു. അതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം ഓരോന്നിനും. ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് ഞാനല്ല, ഗവൺമെൻറ് നിയമിക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറി ഗ്രേഡിലുള്ള ഒരാളാണ്. അപ്പോൾ ഇൻ്റർവ്യൂ നടത്താൻ 70ഓളം അപേക്ഷയാണ് അന്ന് ആകെ കിട്ടിയത്. 70 അപേക്ഷയാണ്. ആകെ ഞാൻ പറഞ്ഞുതരാം. ഓഫീസ് അറ്റൻഡൻ്റ് 2 അപേക്ഷയിലേക്ക് 59 അപേക്ഷ വന്നു. ഇൻ്റർവ്യൂവിന് വന്നത് 40 പേരാണ്. ഓഫീസ് അറ്റൻഡൻറ്റ് 59 അപേക്ഷ വന്നു, 40 പേർ ഇൻ്റർവ്യൂവിൽ ഹാജരായി. 59. അതുപോലെ ഓഫീസ് ഹാജർ 40. ഓഫീസ് അസിസ്റ്റൻ്റാണ്. ഓഫീസ് അസിസ്റ്റൻ്റാണ്. 59 അപേക്ഷയിൽ 40 ഓഫീസ് അസിസ്റ്റൻ്റ്. ക്ലർക്ക് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഓഫീസ് അറ്റൻഡൻ്റ് ഒരു പോസ്റ്റ് ഉണ്ട്, PWD ആണ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കുള്ളതാണ്. 40 പേർ വന്നു. പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കുള്ളതാണ്. ഒരു ഒഴിവാണ്. അപേക്ഷ വെച്ച് 8 എണ്ണമാണ്, ഹാജരായത് 7 എണ്ണമാണ്. ഓഫീസ് അറ്റൻഡൻ്റാണ്. അതിൽ ഒരു പോസ്റ്റാണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കുള്ളതാണ്. അപേക്ഷ ലഭിച്ചത് 8 ഇൻ്റർവ്യൂവിൽ വന്നവർ 7 പേരാണ്. ഒരു പോസ്റ്റാണ്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റാണ് 1.
മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കുകയാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് എം കെ രാഘവൻ MP പറയുന്നത്.